ഹലോ ഗായ്സ്, നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു അടിപൊളി സ്പോട്ടിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ 2 ദിവസമായി വന്നിട്ട്, എന്നാലും ഇന്നലെ നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഇന്ന് വലിയ സിലോപ്പിയാണ് ഗൈസ് മിസ്സായി പോയത്, വലുത്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ രാവിലെ തന്നെ നേരത്തെ വന്നത്. ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല കണ്ടോ 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 കണ്ടോ, നമ്മൾ നേരത്തെ സ്പോട്ടായിട്ട് സാമ്യം തോന്നും, അതുപോലത്തെ ഒരു സ്പോട്ടാണ്. പക്ഷേ ഇവിടെ കുറേ മീനുണ്ട്, പിന്നെ വലിയ സിലോപ്പി ഉണ്ട്. ഇവിടെ കുറേ മീൻ പിടിക്കാനുള്ള കുറേ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ ചെറിയ കനാലുണ്ട്, അവിടെ മറ്റു കുളം പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പം ഞാൻ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കണം. അയ്യോ, ഇന്ന് എനിക്ക് കിട്ടണം, അല്ല ഇന്ന് ഞാൻ പിടിക്കും ഗൈസ്. ഇന്ന് ഉറപ്പായിട്ട് ഞാൻ ആ സിലോപ്പിനെ പിടിച്ചിരിക്കും എന്നാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞാൻ എന്തായാലും ഇൻട്രോ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കേട്ടോ ഗൈസ്. നമ്മൾക്ക് വേഗം പോയിട്ട് മീൻ പിടിക്കാം കേട്ടോ ഗൈസ്. അപ്പം നമ്മളില്ലേ ഈ ഒരു ചെറിയൊരു കുളം പോലത്തെ സംഭവത്തിലാണ് ഇപ്പം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോണത് കേട്ടോ. അവിടെ കുറേ വലിയ വലിയ സിലോപ്പ് ഉണ്ട്. ദേ അവിടെ ഒരുത്തൻ ഇപ്പം തന്നെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ എണീച്ചിട്ട്. ദേ ഇവിടെ ഇല്ലേ, ഇവിടെ കുറേ കുഞ്ഞു മീനുണ്ട്, പിന്നെ കുറേ മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ നോക്ക്, നല്ല തെളിഞ്ഞ വെള്ളമല്ലേ. അവിടെ പിന്നെ കുഞ്ഞ് വാട്ടർഫോളൊക്കെ ഉണ്ട് കേട്ടോ. ദേ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഗൈസ് കണ്ടോ, സ്ഥലം കണ്ടോ. ഓ എന്ത് ഭംഗിയാലേ, നല്ല രസമില്ല ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴെങ്കിലൊക്കെ രാവിലെ നേരത്തെ എണീക്കുള്ളൂ, പക്ഷെ ഇത് സൂപ്പറായിട്ടില്ലേ കാണാൻ. ഓ എൻ്റെ പടച്ചോനെ, നോക്കതിൻ്റെ ആകാശം കാണാൻ എന്ത് ഭംഗിയാലേ. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെ ഞാൻ പേര് ഇതുവരെ ഇട്ടിട്ടുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേ അവിടെ ഇല്ലേ ആ അറ്റത്ത് ഒരു പുള്ള് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പോയി നോക്കിയിരുന്നു, അവിടെ ഇങ്ങനെ ആമ്പൽപ്പാടങ്ങൾ പോലെ ഇങ്ങനെ കുറേ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു അടിപൊളി സ്പോട്ടാണ്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകണില്ല. ഇവിടെ ആരെങ്കിലും ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അയ്യോ, കൊത്തിയിട്ട് പോയി. വലിയ സാധനമായിരുന്നു കേട്ടാ, ശരിക്കും വലുതായിരുന്നു. അയ്യോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഉന്നവും പിഴച്ചിരിക്കുകയാണ്. പോയല്ലോ ഗൈസ്. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്കൊരു കടുമീൻ കിട്ടിയിരിക്കുന്നു കേട്ടോ. ഇവിടെ കുറേ കടുവുണ്ട്, അതിലൊന്നാണ് ഇവൻ, മണ്ണിൽ കുളിച്ചവൻ. എന്തായാലും നമുക്ക് ഇനിയും കുറേ കടു പിടിക്കാം കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ കനാലിൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ ആ ഒരു കുളത്തിലത്തെ ചൂണ്ടൽ അവസാനിപ്പിച്ചിട്ട് കേട്ടോ. അമ്മ ഗൈസ്, സിലോപ്പി പിടിക്കാൻ വന്ന് നമ്മളിപ്പോൾ കടുമീനാണ് കേട്ടോ പിടിച്ചോണ്ടിരിക്കണേ. ഇപ്പോൾ രണ്ടാമത്തെ കടുമീനെ, ഇനി അടുത്ത കടുമീൻ ഇങ്ങോട്ട് പോരട്ടെ. അയ്യോ, ഓ കണ്ട കണ്ട, കൊത്തുണ്ട്. അയ്യോ, കൊത്തിട്ട് പോയാ, വലിയൊരു സാധനം കൊത്തിയായിരുന്നു കേട്ടോ. അതെന്തോന്ന് ഗായ്സ്, മീനുകളൊക്കെ നല്ലപോലെ ആക്റ്റീവായി. എൻ്റെ തീറ്റ തിന്നിട്ട് പോയി. കൊത്തുണ്ട്, ചെറുതായിട്ട് കൊത്തുള്ളൂ. അയ്യാ, അത് പോയി. അമ്മ, കിട്ടി. അയ്യോ, കരിപ്പിടി. ഇവനെ കൊണ്ടുള്ള മനസ്സിൻ്റെ മുട്ട്. പക്ഷെ എന്താ ചെയ്യാൻ നോക്കണേ, വീണ്ടും കരിപ്പിടി ഗൈസ്. വീണ്ടും ഒരു കടുമീന് കിട്ടിയിട്ടാ. ഇത് കുറച്ച് വലുതാ, അവന്മാരെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ച് വലുതാ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാം. പക്ഷേ ഗൈസ് എന്തോ കുത്തുണ്ട് കേട്ടോ, കുത്തുണ്ട്, കുറച്ച് കുത്തുന്നുള്ളൂ. പക്ഷേ കുറച്ചുകൂടി കൊത്തിട്ട് കിട്ടി. അമ്മ, വലിയ കടുമീന്. ഇന്ന് നമ്മൾ കുറേ മീൻ പിടിക്കുന്നുണ്ടല്ലേ. നമ്മുടെ മീനിടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിൽ കുറച്ച് വെള്ളം നിറയ്ക്കാം. കുറച്ച് മതിയോ? എത്ര മതി ഗൈസ്. നമുക്കിന്ന് ഇത്രയും മീൻ കിട്ടിയിട്ടാ. എത്ര 4-5 കടുമീനുണ്ട് ഗൈസ്. നമുക്കിത് ഇവിടെ സേഫായിട്ട് വെക്കാം കേട്ടോ ഗൈസ്. എന്തായാലും മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്.
നമുക്ക് കുറച്ച് കാലമായിട്ട് മീനൊന്നും കിട്ടാതെ ഇരുന്നായിരുന്നു. കടുവങ്ങി കടു ഏതെങ്കിലുമൊക്കെ കിട്ടണ്ടല്ലോ. വലിച്ചിട്ട് പോ. കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ തീറ്റ തിന്നിട്ട് പോയി തോന്നുന്നുണ്ട്. അവൻ തീറ്റ തിന്നിട്ട് പോയി. ഇല്ല, എന്തോ അനക്കുണ്ട് ഇപ്പോഴും. തീറ്റ തിന്നിട്ട് പോയി ആശാൻ. അതാണ്. എന്തോ കൊത്തുണ്ട് പക്ഷേ നേരെ കൊത്തണില്ല. കണ്ടോ? കൊത്തങ്ങട്. തീറ്റ തിന്നിട്ട് പോവുക. അവിടെ നോക്കിക്കോട്ടോ. കണ്ടോ ഇതൊക്കെ കടുമീനാ. എത്ര കടുമീനാലേ ഉമ്മ. ഇപ്പൊ കൊത്തുണ്ടാ. ഇട്ട അപ്പൊ തന്നെ കൊത്തുമാര്. കൊത്തിയിട്ടില്ല. കൊത്തി. നല്ലപോലെ തിന്നേ. തീറ്റ തിന്നിട്ട് പോയി തോന്നുന്നുണ്ട്. അവിടെ നോക്ക്, എത്രയോ കുഞ്ഞു മീനുകള്. അതൊക്കെ എന്തിന്റെ കുട്ടി? എന്ത് കുത്തുണ്ട്? അയ്യോ, കുറച്ചുകൂടി സമയം കൊടുക്കായിരുന്നു. ഗൈസ്, നമ്മളിനി ഒരു മീനും കൂടി പിടിച്ചിട്ട് പോകുന്നതായിരിക്കും. കാരണം വെയിൽ നല്ലപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, വലിയ മീൻ. ഒരു മീന് വേഗം. അയ്യോ, അതും പോയി. കൊത്തുണ്ട് കേട്ടോ. കൊത്തുണ്ട് പക്ഷേ അവൻ വലിച്ചിട്ട് പോണില്ല. അയ്യോ, എന്ത് കഷ്ടാ നോക്കണേ. എത്ര പ്രാവശ്യം മിസ്സായി പോണ്. കിട്ടി. വീണ്ടും ഒരു കരിമീൻ, അല്ല കടുമീൻ. നിർത്തി. നമ്മുടെ ഇന്നത്തെ ചൂണ്ട ഇടൽ നിർത്തിയിരിക്കുകയാണ്. ഇവനെ കൂടി പിടിച്ച സ്ഥിതിക്ക്. പാവം കഴിച്ച് അവൻ്റെ വാലിൽ കൂടെ ബ്ലഡ് വന്നിട്ട് അവൻ്റെ വാല് മുറിഞ്ഞ് എങ്ങനെയോ. കണ്ടോ പാവം. ഇവൻ്റെ മേല് മൊത്തം വെണ്ണായിട്ട്. നമ്മൾക്ക് ഇവനൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാം. കുളിച്ചോ. ഇപ്പൊ കുട്ടപ്പനായിട്ടുണ്ട് കാണാൻ. കണ്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് സിലോപ്പി പിടിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾക്ക് കുറേ കടുമീനാണ് കേട്ടോ കിട്ടിയത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് സിലോപ്പി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോൾ ഞാൻ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ആ കുളം മാറ്റിയിട്ട് ഇവിടെ ഒരു കനാലില്ലേ, ആ ചെറിയൊരു കനാലിലിട്ട് ഇപ്പോൾ നമ്മൾക്ക് കുറേ കടുമീൻ കിട്ടി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. മീൻ കിട്ടാത്തതിലും കാട്ട് ഭേദമാണല്ലേ മീൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഗൈസ്. പിന്നെ ഇത് ഇവിടെ കണ്ടോ കുഞ്ഞു തോടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ കാലൊക്കെ കഴുകുക. ഹായ്, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. സൂപ്പർ. അപ്പോൾ ഗൈസ്, നമ്മൾക്ക് ഇന്ന് സിലോപ്പി മീൻ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു രാവിലെ സിലോപ്പി മീൻ തീറ്റെടുക്കില്ല തോന്നുന്നു കേട്ടോ. പിന്നെ മീൻ മേലെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യും, അതൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ വെയിലായപ്പോഴാണ് നമ്മൾ ഇന്നത്തെ ചൂണ്ടയിടൽ അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നിന്നേനെ. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ ഇന്ന് പിടിച്ച കടുമീനൊക്കെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. നോക്ക്, നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്. എത്ര മീനുണ്ട്? 5 കടുമീനും ഒരു മറ്റേ സാധനവും കരിപ്പിടിയും. നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയിട്ട് അതിൻ്റെ വാലിട്ടിട്ട് ഇങ്ങനെ ആട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതെന്താണ്? അനങ്ങ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് നമ്മളിന്ന് പിടിച്ചത് കേട്ടോ.